പരിണയം ബസിന്റെ ജനലഴികളിൽ തല ചായ്ച്ചിരുന്നിട്ടും ആരോഹിയുടെ മനസ്സ് കലുഷിതമായി തന്നെ തുടർന്നു. അക്ഷിതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നോർത്തിട്ട് അവൾക്ക് യാതൊരു എത്തുംപിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പതിവിന് വിപരീതമായി ഓഫീസ് കെട്ടിടത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആരോഹി അടിമുടി വിറച്ചു. ഒരു ഭീതിയോടെയാണ് അവൾ അക്ഷിതിന്റെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറിയത്. ഭാഗ്യത്തിന് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതവൾക്ക് വലിയൊരാശ്വാസവും ധൈര്യവും നൽകി. അതേസമയം അക്ഷിത് അന്നേ ദിവസം ഓഫീസിൽ പോകാൻ മടിച്ച് കുറേ സമയം വീട്ടിൽ തന്നെ ഇരുന്നു. അതിനുശേഷമാണ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തതും എന്തു വന്നാലും ഓഫീസിൽ പോയേ പറ്റൂവെന്ന് തീരുമാനിച്ചതും. അവൻ ധൃതിയിൽ റെഡിയായി ലാപ്ടോപ്പും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് ഇറങ്ങി. ഓഫീസിലേക്ക് പോകും വഴി അക്ഷിതിന് സിദ്ധാർത്ഥിന്റെ കോൾ വന്നു. ആദ്യമൊക്കെ അക്ഷിത് അത് അവഗണിച്ചെങ്കിലും പിന്നീട് 2-3 പ്രാവശ്യം അടുപ്പിച്ച് വിളിക്കാൻ തുടങ്ങിയതോടെ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാകുമെന്നും അവൻ കരുതി. അക്ഷിത് പതിയെ വണ്ടി റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തി കോളെടുത്തു. എന്താ സിദ്ധു, എന്തിനാണ് നീ ഇങ്ങനെ നിർത്താണ്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? അക്ഷി അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ ചോദിച്ചു. അക്ഷി, ഇതിൽ നിന്റെ റോൾ എന്താന്ന് സിദ്ധാർത്ഥ് അതീവ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും കാര്യം മനസ്സിലാവാതെ നെറ്റിച്ചുളിച്ചുകൊണ്ട്, എന്റെ റോളോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അക്ഷി സിദ്ധാർത്ഥിനോട് തിരിച്ചു ചോദിച്ചു. അല്ലെങ്കിലും കുറച്ച് ദിവസങ്ങളായി മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിലാണ് നിന്റെ സംസാരവും പെരുമാറ്റവുമെല്ലാം. അക്ഷി ഉള്ളിലുള്ള അമർഷം മുഴുവനും സിദ്ധാർത്ഥന്റെ മുൻപിൽ തുറന്നു പ്രകടിപ്പിച്ചു. ആരോഹിയുടെ വീട്ടിൽ നിന്ന് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാനുമായി ഒരു ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ അക്ഷിതിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അറിയാതെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് സിദ്ധു നീ പറയുന്നത്? അക്ഷി ചോദിച്ചു. നീ എന്ത് ചെയ്യണം എന്നല്ല, നീ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയാം അക്ഷി, ആരോഹിയോട് നിനക്ക് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്. സിദ്ധാർത്ഥ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കാൻ അക്ഷിത് നിന്നില്ല. അവൻ അത് കേൾക്കാത്ത പോലെ കാര്യം വഴിതിരിച്ചു വിട്ടു. എന്റെ ഓഫീസിൽ വരുന്ന എല്ലാ ജീവനക്കാരെയും പോലെ തന്നെയാണ് ആരോഹിയും എനിക്ക്. പിന്നെ അവളുടെ കഴിവും ബ്രില്യൻസും കണ്ട് എനിക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷെ അത് നീ വിചാരിക്കുന്നത് പോലെയുള്ള ഇഷ്ടമല്ല, അക്ഷിത് പറഞ്ഞു. അല്ലക്ഷി, എനിക്കറിയാം. ഡു യു ലവ് ഹർ? സിദ്ധാർത്ഥ് പെട്ടെന്ന് ചോദിച്ചതും അക്ഷി അല്പനേരം മൗനമായി. സിദ്ധു, ഇതല്ലല്ലോ ഇവിടുത്തെ കാര്യം. നീ പറയാമെന്ന കാര്യം പറഞ്ഞിട്ട് ഫോൺ വയ്ക്ക്. എനിക്ക് ഓഫീസിൽ പോകണം. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അക്ഷി താല്പര്യമില്ലായ്മയോടെ പറഞ്ഞു. എന്നെപ്പോലെ ഇത്രയും യോഗ്യനായ ഒരാളെ ആരോഹി നിരസിക്കണമെങ്കിൽ ഒരുപക്ഷെ മറ്റെന്തോ അവൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഇത്രയും സമ്പത്തും സൗന്ദര്യവുമുള്ള എന്നെ അവൾ വേണ്ടെന്ന് വെക്കില്ലല്ലോ. സിദ്ധാർത്ഥ് പറഞ്ഞതും അക്ഷി പല്ല് ഞെരിച്ചു. നീ പല്ല് കടിച്ചു പൊട്ടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്തായാലും അവളെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, സിദ്ധാർത്ഥ് കൂട്ടിച്ചേർത്തു. സിദ്ധു, നിനക്ക് എന്താ ശരിക്കും പറ്റിയത്? നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എടാ, ഒരാൾക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറണം. അല്ലാതെ നിർബന്ധിച്ച് അവരുടെ പിന്നാലെ പോയി ഇഷ്ടം പറയിക്കാനായി. ഇത് സിനിമയും സീരിയലൊന്നുമല്ല, റിയൽ ലൈഫാണ് എന്ന് അക്ഷി പരമാവധി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും സിദ്ധാർത്ഥ് വഴങ്ങിയില്ല. നോക്ക് സിദ്ധു, ഇതിവിടം കൊണ്ട് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. അതല്ല, ഇനിയും വെറുതെ ആരോഹിയുടെ പിന്നാലെ പോയി പണി വാങ്ങി കൂട്ടാനാണ് ഭാവമെങ്കിൽ അങ്ങനെ ആവട്ടെ, പറഞ്ഞുകൊണ്ട് അക്ഷി കോൾ കട്ട് ചെയ്തു. അക്ഷതി ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ആരോഹി ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അവനെ കണ്ടപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് വിഷ് ചെയ്തു.
തലേ ദിവസം രാത്രിയിലെ സംഭവങ്ങളൊന്നും അവളുടെ പെരുമാറ്റത്തിൽ നിഴലിച്ചു കണ്ടില്ല. വളരെ സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് ആരുഹി അക്ഷിതിനോട് പെരുമാറിയത്. പക്ഷെ പതിവിലും അല്പം അകലം തങ്ങൾക്കിടയിൽ ഉണ്ടായതുപോലെ അവന് തോന്നി. ലഞ്ച് ബ്രേക്കിന്റെ സമയമായപ്പോൾ ആരുഹി ഭക്ഷണവും എടുത്ത് പുറത്തേക്ക് പോകുന്നത് അക്ഷിത് കണ്ടു. അവളുടെ ആ പ്രവൃത്തി അവനിലൊരു വല്ലായ്മ സൃഷ്ടിച്ചു. കാരണം കുറച്ച് ദിവസങ്ങളായി അവൾ എന്നും അവനൊപ്പം പ്രൈവറ്റ് റൂമിൽ ഇരുന്നായിരുന്നു ആഹാരം കഴിച്ചത്. പക്ഷെ അക്ഷിത് അവളെ തിരിച്ചു വിളിക്കാനോ ഒരുമിച്ച് കഴിക്കാൻ പറയാനോ നിന്നില്ല. അവൻ തന്നെ ഈ പ്രൈവറ്റ് റൂമിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവർ അവനുള്ള ഭക്ഷണവുമായി എത്തി. ആരോഗ്യയുടെ പെരുമാറ്റത്തിലെ അപരിചിതത്വം അക്ഷിതിനെയും വല്ലാതെ വിഷമിപ്പിച്ചു. അവൻ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളോടെ ഇരുന്നു. ആരോഗ്യ ഭക്ഷണമൊക്കെ കഴിച്ച് ക്യാബിനിലേക്ക് തിരികെ വന്നു. ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവും. ആരോഹി, അക്ഷിതിന്റെ ഗാംഭീര്യമുള്ള സ്വരം ക്യാബിനെ മുഴങ്ങിക്കേട്ടു. ഇനി 2 ദിവസം കൂടിയുള്ളൂ പ്രസന്റേഷന്. ആരോഹി അവനെ മുഖമുയർത്തി നോക്കിയതും അക്ഷിത് പറഞ്ഞു, താനെല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ലേ? ഉണ്ട് സർ. ഓക്കെ, ഫൈനലായിട്ടൊന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കണം. ആരോഹി പ്രത്യേകിച്ച് വർക്കുകളൊന്നും ചെയ്യാനില്ലെങ്കിൽ കോൺഫറൻസ് റൂമിലേക്ക് പോയിക്കോളൂ. നന്ദകിഷോർ ഉണ്ടാകും അവിടെ. നന്ദകിഷോറിന് മുമ്പിൽ പ്രസന്റ് ചെയ്ത് കാണിച്ചാൽ മതി. അക്ഷിത് അത് പറഞ്ഞതും ആരോഗ്യ അവന്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അക്ഷിതാണ് പോയിരിക്കുന്നതും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ. എന്തോ അക്ഷിത് തന്നോട് കാണിക്കുന്ന അകൽച്ച ആരോഗ്യയെയും വല്ലാണ്ട് വേദനിപ്പിച്ചു. എങ്കിലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുപോലെ അവന്റെ മുൻപിൽ അതൊന്നും തന്നെ ബാധിച്ചിട്ടേയില്ല എന്ന മട്ടിലവൾ നിന്നു. അല്പസമയം കഴിഞ്ഞതും ഫയലുകളും അവളുടെ ലാപ്പും എടുത്തുകൊണ്ട് നേരെ കോൺഫറൻസ് റൂം ലക്ഷ്യമാക്കി നടന്നു. ആരോഗ്യ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയതിനു പിന്നാലെ അക്ഷിത് കോൺഫറൻസ് റൂമിലെ CC ക്യാം ലാപ്പിലേക്ക് കണക്ട് ചെയ്തു. ആരോഗ്യ അവിടെ ചെന്നിരിക്കുന്നതും അവൾ ലാപ്പിലേക്കും ഫയലിലേക്കുമൊക്കെ മാറി മാറി നോക്കുന്നതുമൊക്കെ അക്ഷിത് സ്ക്രീനിലൂടെ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നന്ദകിഷോറും കൂടി അവിടേക്ക് ജോയിൻ ചെയ്തു. അവൾ വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും നന്ദകിഷോറിന് കേൾക്കാനായി തന്നെ പ്രസന്റ് ചെയ്തു. ഒപ്പം അവൾ പുതുതായി ഇൻവെന്റ് ചെയ്ത ചില ഐഡിയകളും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആരോഗ്യ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തു. ഒരു തുടക്കക്കാരുടേതായ തരത്തിലുള്ള യാതൊരു ടെൻഷനോ പതർച്ചയോ ഒന്നും തന്നെ ആരോഗ്യയുടെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നില്ല. പകരം തികഞ്ഞ ആത്മവിശ്വാസം മാത്രമായിരുന്നു അവളെ നിറഞ്ഞു നിന്നത്. ആരോഗ്യ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാതെയെങ്കിലും അക്ഷിത് ഇരുന്നിടത്ത് നിന്ന് കൈയടിച്ചു. ആരോഗ്യക്കായുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു അത്. കോൺഫറൻസ് മീറ്റിംഗ് കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷമാണ് ആരോഹി തിരികെ ക്യാബിനിലേക്ക് വന്നു കയറിയത്. എങ്ങനെയുണ്ടായിരുന്നു ആരോഹി? പ്രസന്റ് ചെയ്തിട്ട് താൻ ഓക്കെയാണോ? കോൺഫിഡൻ്റ് ആണോ? അവൻ എടുത്തു ചോദിച്ചു. അതെ സർ, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഗുഡ്. അക്ഷിത് അത്രയും പറഞ്ഞോളൂ എങ്കിലും അവൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ച അപ്രീസിയേഷൻ ആരോഹിക്ക് വല്ലാത്തൊരു ഊർജവും ആത്മവിശ്വാസവും പകർന്നു നൽകി. ഏകദേശം ഉച്ചയാകാറായപ്പോഴേക്കും തന്നെ അക്ഷിത് ക്യാബിനിൽ നിന്ന് പോയിരുന്നു. മുൻപൊക്കെ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അവൻ സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ശബ്ദത്തിലും പെരുമാറ്റത്തിലും എടുത്തറിയാൻ കഴിയുന്ന ആ നീരസം ആരോഹിക്ക് മനസ്സിലായിരുന്നു. വൈകുന്നേരം ജോലി കഴിയുന്ന സമയമായപ്പോൾ ആരോഹി വീട്ടിലേക്ക് പോകാനിറങ്ങി. മാരേജ് പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചതിന് ശേഷം പിന്നീട് സിദ്ധാർത്ഥിന്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഹിക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമുണ്ടായിരുന്നു. എങ്കിലും എപ്പോഴും ചിരിച്ചു കളിച്ച് സന്തോഷം നടക്കുന്ന ആരോഹി പതിവിലും അധികം സൈലന്റായി പോയതുപോലെ വസതിക്ക് തോന്നിപ്പോയി. നാളെയാണ് ആരോഗ്യയുടെ പ്രസന്റേഷൻ. നേരെ ഓഫീസിൽ ചെന്നിട്ട് അവിടുന്ന് അക്ഷിതിനൊപ്പമാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ആരോഗ്യ നാളെ പോകുമ്പോൾ ഉടുത്തോണ്ട് പോകാനായി ഒരു സാരി അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയമാണ് വസുധ അവളുടെ മുറിയിലേക്ക് കയറി വന്നത്. നാളെ എപ്പോഴാണ് മോളെ പ്രസന്റേഷൻ? വസുധ തന്നെ ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചു. നാളെ ഏകദേശം ഉച്ച കഴിഞ്ഞ് 3 മണിക്കെന്നാണ് അമ്മേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 3-4 കമ്പനികളേ ഉള്ളൂ ഈ ഫൈനൽ പ്രസന്റേഷന്. അതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും എടുക്കില്ലായിരിക്കും. ഞാൻ മിക്കവാറും ഓൺ ടൈമിൽ തന്നെ വീട്ടിലെത്തും. ആരോഗ്യ ആലോചനയോടെ പറഞ്ഞു. ഏയ്, ഞാൻ അതൊന്നും ചോദിക്കാനല്ല വന്നത്. പിന്നെ എന്തിനാണമ്മേ?
ആരോഹി വസുതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും വസുതയിൽ ഒരു പരിങ്ങൽ പ്രകടമായി. ഏയ് അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. എന്താണമ്മ ആലോചിച്ചേ? അത് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ആരോഹി തിരിച്ചു ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ദേ അമ്മേ, ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് പറയാമെന്ന കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറ. എങ്കിലല്ലേ എനിക്ക് മറുപടി തരാൻ കഴിയൂ. അല്ല ആരോഹി, നിനക്കാരോടേലും പ്രണയമുണ്ടോ? പെട്ടെന്ന് വസുത എടുത്തടിച്ചതുപോലെ ചോദിച്ചപ്പോ ആരോഹി ഒന്നും മിണ്ടാതെ നിന്നു. ആരോഹിയുടെ മൗനം കാണിക്കെ വസതിക്ക് ചില സംശയങ്ങൾ തോന്നി. ആരോഹി, ഞാൻ ചോദിച്ചത് നീ കേട്ടിയോ? കേട്ടു. പിന്നെ മറുപടി എന്താ പറയാത്തത്? അമ്മേ, തൽക്കാലം അമ്മ വിചാരിക്കുന്നത് പോലെ എനിക്ക് ആരോടും പ്രണയമില്ല. ഇനി അഥവാ എന്നെങ്കിലും ഒരിക്കൽ ഒരാളെ ഞാൻ പ്രണയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. പോരെ? അമ്മേ, എന്താ ഇപ്പോൾ എന്നോട് വന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം? ഏയ്, ഒന്നുമില്ല. സിദ്ധാർത്ഥില്ലേ, ആ പയ്യൻ ഞങ്ങളെ വിളിച്ചിരുന്നു. വസുത പതിയെ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. ആരോഹി ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. സിദ്ധാർത്ഥിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? എനിക്ക് അയാളുമായി ഒരു ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടും പിന്നെയും അയാൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ ഇത്തിൽക്കണ്ണി പോലെ കയറിക്കൂടിയിരിക്കുന്നത്? ആരോഹി ദേഷ്യത്തോടെ വസുതയുടെ നേർക്ക് നോക്കി ചോദിച്ചു. അങ്ങനെ അല്ല ആരോഹി. വസുത കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ആരോഹി അവരെ തടഞ്ഞു. നോക്കമ്മേ, ഇനി ഈ കാര്യത്തിൽ നമുക്കിടയിൽ ഒരു സംസാരം വേണ്ട. നമ്മൾ ഓൾറെഡി സിദ്ധാർത്ഥിന്റെ പേരൻസിനോട് ഫൈനൽ ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് ഇനി സിദ്ധാർത്ഥ വിളിച്ചാൽ ഫോൺ എടുക്കണ്ട. കൂടുതലായിട്ട് അയാൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ വിളിക്കട്ടെ. ഞാൻ കൊടുത്തോളാം അയാൾക്കുള്ള മറുപടി. ആരോഹി പറഞ്ഞുകൊണ്ട് ധൃതിയിൽ വെട്ടിത്തിരിഞ്ഞു നിന്ന് അയൺ ചെയ്യൽ തുടർന്നു. മുറിക്ക് പുറത്തേക്ക് പോകാൻ അവൾ തന്നോട് പറയാതെ പറഞ്ഞതാണെന്ന് വസതിക്ക് മനസ്സിലായി. അവർ പതിയെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. അയൺ ബോക്സിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് ആരോഹി ആമർഷത്തോടെ കട്ടിലേക്കിരുന്നു. ഇതെന്തൊരു തലവേദനയാണ് ഭഗവാനെ, അവൾ ആരോടെന്നല്ലാതെ പറഞ്ഞു. എന്തായാലും സിദ്ധാർത്ഥനോടൊന്ന് സംസാരിച്ചേ പറ്റൂ. ഫോൺ വിളിക്കുന്നതിനേക്കാൾ ഉചിതം നേരിട്ട് സംസാരിക്കുന്നതാകും. ആരോഹി മനസ്സിൽ ഓർത്തു. തുടരും. നെക്സ്റ്റ് പാർട്ട് രാത്രിയിൽ പോസ്റ്റ് ചെയ്യാമേ. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സ്നേഹത്തോടെ മിത്ര. താങ്ക് യു.